ആ മീൻകാരൻ രാജു പറ്റിച്ചായ ആ ഇത് രാവിലെ ഇവിടെ മീൻ കൊണ്ട് തരാന്ന് പറഞ്ഞതാ. ഇത്ര സമയമായിട്ടും കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങോട്ട് തരണം. അത്രയാണ് കറിയൊന്നും ഇല്ലെന്നേന്നു. ഓ അങ്ങനെ കറി വേണോ നിർബന്ധമൊന്നുമില്ല. ഒരു ദിവസം മീൻ കഴിച്ചില്ലെന്ന് പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഉള്ളത് വെച്ചെടുക്ക. ശരിക്കും ഇച്ചാനെ സമ്മതിക്കണം. എന്നും ഞാനൊരു കാര്യം ആലോചിക്കും. ഇവിടുന്ന് കൊണ്ടുപോണ ചോറും കറിയൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് തണുക്കത്തില്ല ഇച്ചായ. അത് കഴിക്കുമ്പോ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ലല്ലേ? ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. വെക്കുന്ന നീ അല്ലേടി. എന്റെ ചക്കര വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ? ഇതൂടെ കഴിച്ചോ. അതൊക്കെയാണ്. എന്നാൽ ഈ രാവിലെ വെക്കുന്നതേ കുറച്ചും കൂടെ അങ്ങോട്ട് താമസിച്ചാണ് വെക്കുന്നെങ്കിൽ ഉച്ചയാകുമ്പോ നല്ല ചൂട് ചോറ് കഴിക്കാമല്ലോ. അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് നടക്കുന്നത്? ആ സമയത്ത് ഞാൻ ആശുപത്രിയിലല്ലേ ഇരിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് ഇവിടെ വന്ന് കഴിക്കാന്ന് വെച്ചാൽ ആ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? കൊണ്ടുതരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ? ആര് കൊണ്ടുവരും? നീ കൊണ്ടുവരും? ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? എന്തൊരു ദൂരം. ഇവിടെ അടുത്തെങ്ങനെ പറഞ്ഞാൽ ഞാൻ കൊടുത്തേനാ. ചോറ് കൊണ്ടുതരാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ആര്? അതൊക്കെ നമുക്ക് നോക്കാം. ഈ ചായ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. എന്താണ്? രാവിലെ ചോറ് കൊണ്ടുപോയി തണുത്ത ചോറ് ഉച്ചക്ക് കഴിക്കുന്നതാണോ ഉച്ചക്ക് ചൂടോടുകൂടി കഴിക്കുന്നതാണോ നല്ലത്? എന്റെ പൊന്നെ ആലീസെ വളച്ചിട്ടില്ല. നീ കാര്യം പറ. എന്റെ ചായ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അങ്ങനെ ചോദിച്ചാല് ഉച്ചക്ക് ചൂടോടുകൂടി ചോറ് കഴിക്കുന്നതാ രുചി. ആണല്ലോ ആണല്ലോ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഇച്ചായൻ രാവിലെ ഇവിടുന്ന് കാറിൽ ഹോസ്പിറ്റലിൽ പോകുന്നു. ഒരു കാര്യമില്ലാതെ കാർ അവിടെ വൈകുന്നേരം വരെ കിടക്കുന്നു. വൈകിട്ട് ആ കാറിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. കറക്റ്റ് അല്ലേ? കറക്റ്റാ. ഇനി ഇതിനിടയില് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോണം, അതിനെന്താ ഒരു വഴി? നീ സാധാരണ ഓട്ടോ പിടിച്ചല്ലേ പോകുന്നത്. അങ്ങനെ ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള കാറ് യാതൊരു ഉപകാരവും ഇല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എന്തിനാ ഇച്ചായ നമ്മൾ ഓട്ടോക്കൂലി കൊടുക്കുന്നത്? അതൊക്കെ വല്ലപ്പോഴും അല്ലേടി. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്റെ പൊന്നെ ആലീസെ നീ വളച്ചിട്ടില്ലാതെ കാര്യം പറ. ഇച്ചായ ഞാനൊന്ന് പറയട്ടെ ഇച്ചായ. എന്നാ എന്റെ പൊന്നുമോളെ പറ. ഇപ്പം ഇച്ചായന് ഹോസ്പിറ്റലിൽ വെച്ച് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം. അവിടെ സദാശിവൻ ചേട്ടൻ മാത്രമല്ലേ ഉള്ളു. സദാശിവൻ ചേട്ടന്റെ ജോലി എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കലല്ല, സർക്കാർ ശമ്പളം കൊടുക്കുന്നതും അതിനല്ല, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നതിനെ കൊണ്ട് വീട്ടു ജോലി ചെയ്യിക്കുന്ന ചില തെണ്ടികളും ഉണ്ട്. തെണ്ടികളാ? എന്നെ വർത്താനാടി. അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ സദാശിവൻ ചേട്ടൻ പോലും സഹായത്തിനില്ല. അപ്പൊ ഇച്ചായൻ എന്ത് ചെയ്യും? പോട്ടെ, ഇനി എനിക്കൊരാവശ്യം വന്ന് ഞാൻ എന്ത് ചെയ്യും? അലിസ നിർത്ത്. നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്രയും വലിയ കഥ വെക്കേണ്ട കാര്യമില്ല. നീ കാര്യം പറ. എന്റെ ഇച്ചായ, ഞാൻ ഈ പറഞ്ഞ 3 പ്രശ്നങ്ങളും ഒറ്റ വഴിക്ക് നമുക്ക് പരിഹരിക്കാം. എന്ത് വഴി? പറയട്ടെ? പറയുന്നേ. നമുക്കൊരു ഡ്രൈവറെ വെച്ചാലോ? അതാവുമ്പം രാവിലെ ഇച്ചായനെയും കൊണ്ട് ഡ്രൈവർ ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പം എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നെയും കൊണ്ട് പോകുന്നു. ഉച്ചയാകുമ്പോൾ ഞാൻ നല്ല ചൂട് ചോറുണ്ടാക്കുന്നു, അത് പാക്ക് ചെയ്ത് അയാളുടെ കൊടുക്കുന്നു, അത് അയാൾ ഇച്ചാനെ കൊണ്ട് തരുന്നു. ഇച്ചായൻ നല്ല ചൂട് ചോറ് തിന്നുന്നു. വൈകിട്ടാകുമ്പോൾ ഇച്ചാനെയും കൊണ്ട് തിരിച്ചു വരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വെച്ചാലോ ഡ്രൈവറെ? എന്റെ ഭാര്യയെ കൊണ്ട് എന്തു വെച്ചാ ചേച്ചൻ ചിരിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? തമാശ കേട്ടാ പിന്നെ ചിരിക്കാതെ? ഞാൻ തമാശയല്ല പറഞ്ഞത്. സീരിയസാ? അപ്പൊ നിനക്ക് വട്ടം. എന്റെ ഇച്ചായ, പല സമയത്തും ഞാൻ പല വിടുവായ്ത്തരവും പറയാറുണ്ട്. വിടുവായ്ത്തരം പറയാറുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലേ? ഇടക്കൊക്കെ പറയാറുണ്ട്. ഒരു ഡ്രൈവറുടെ ആവശ്യം എന്താണെന്നുള്ളത് എണ്ണി ഞാൻ ഇച്ചാനോട് പറഞ്ഞു തന്നില്ലേ? എന്റെ ആലീസ്, ഒരു ദിവസം രാവിലെ മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡ്രൈവർ വയ്ക്കുന്നത് ലോകത്താദ്യമായിട്ടായിരിക്കും. ഇതിനെയാണ് നിനക്ക് തലകസുമെന്ന് ഞാൻ പറഞ്ഞ. ഒരു ഡ്രൈവറെ വെച്ച എന്താ കുഴപ്പം? 3 പ്രശ്നങ്ങൾ പറ. 1, വളരെ കുറച്ച് മാത്രം ഡ്രൈവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരു ഡ്രൈവറുടെ ആവശ്യം. 2, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ശരി. 3, ഡ്രൈവറുടെ ശമ്പളം ആര് കൊടുക്കും? കഴിഞ്ഞു. സമ്മതിച്ചു. ഈ ചായൻ ഒന്നാമത്തെ പറഞ്ഞ കാര്യം, ഈ ചായൻ വളരെ കുറച്ചാണ് ഡ്രൈവ് ചെയ്യുന്നുള്ളത്, അത് ഞാൻ സമ്മതിച്ചു. ഇനി അപ്പൊ ഞാൻ പറഞ്ഞത് എന്തുവാ?
നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ ഈ ഡ്രൈവറെ കൊണ്ട് ചെയ്യിക്കാം. ഇനി ശമ്പളം, ഒരു ഡ്രൈവർക്കൊന്നും അത്ര വലിയ ശമ്പളം ഒന്നും കൊടുക്കണ്ട ഇച്ചായ. എന്റെ പൊന്നു മോളെ, 1 രൂപ കൊടുത്താൽ പോലും അത് ദൂർത്ത. എന്റെ പൊന്നു കർത്താവേ, എന്തോരം ശമ്പളം വാങ്ങിക്കുന്ന മനുഷ്യരെ ഈ ഇരിക്കുന്നത്. എന്റെ ഇച്ചായ, കാശൊക്കെ എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്? ചെലവാക്കേണ്ട സമയത്ത് ചെലവാക്കാനുള്ളതാണ് കാശ്. കറക്റ്റ്. അത് ന്യായം. ചെലവാക്കേണ്ട സമയത്ത് ചെലവാക്കാനുള്ളത്. എപ്പോഴാ ചെലവാക്കാനുള്ള സമയം ഡ്രൈവറിന്? എടി, ഞാൻ വയസ്സായി, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് ഡ്രൈവർ വെക്കാം. ഈ കാശ് ഇപ്പം നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് ശമ്പളമായിട്ട് കൊടുക്കാം. എന്റെ ഇച്ചായ, ഞാൻ എന്റെ ഒരു ആഗ്രഹമല്ലേ പറഞ്ഞത്. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെയൊന്നും കയറി ആഗ്രഹിച്ചു കളയരുതേ. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ നിന്നോട് പറയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ. നീ ഡ്രൈവിംഗ് പഠിച്ചായിരുന്നോ? എടി, പഠിച്ചോന്ന്? ഇല്ല. എടി, നിന്റെ പ്രായത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇപ്പം നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നിനക്ക് വയ്യ അല്ലേ? എടി, നീ ഈ ഡ്രൈവിംഗ് പഠിച്ചിരുന്നുവെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ പാടില്ലായിരുന്നോ? എടി, ചെയ്തുകൂടെ ആയിരുന്നോ എന്ന്? അത് വയ്യ, ഡ്രൈവറെ വയ്ക്കണം പോലും. ദേവരുന്ന് പോകാൻ കൂടി ഒരു കാര്യം കൂടെ. ഒരു പാല വിട്ട അങ്ങോട്ടും പോണം ഇങ്ങോട്ടും പോണം. ഒരു സൈഡിലേക്ക് പോകുന്ന പാലങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഊള കോമഡി പറഞ്ഞു. നേരോട്ട് കോമഡി പറഞ്ഞോണ്ടിരിക്കുക. ഇത് കോമഡി അല്ലെന്ന്. പറ. ഞാൻ പറഞ്ഞു നമുക്കൊരു ഡ്രൈവറെ വെക്കാന്ന്. ഇച്ചായ സമ്മതിച്ചില്ല. അപ്പൊ എന്നോട് ഇച്ചായം പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. ഞാനും സമ്മതിച്ചില്ല. ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ എത്ര രൂപയാവും? ഒരുപാട് രൂപയാവും. ആവൂല്ലേ? ആ പൈസക്ക് നമുക്കൊരു ഡ്രൈവറെ വെച്ചാലോ? നിക്ക്, ഞാൻ പറയട്ടെ. അപ്പൊ എന്റെ ആഗ്രഹം നടക്കും. ആ ഡ്രൈവർ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പം ഇച്ചായന്റെ ആഗ്രഹവും നടക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സൂപ്പർ അല്ലേ? ഇച്ചായ 1 മാസം വെച്ചാ മതി. ആ 1 മാസം ആ ഡ്രൈവർ രാവിലെ ഇവിടെ ഇച്ചായനെ കൊണ്ട് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. ബാക്കിയുള്ള സമയത്തൊക്കെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാ? രാവിലെ ഞാൻ ഇച്ചായനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്നു, അവിടുന്ന് ഞാൻ തിരിച്ചു വരുന്നു, ചോറുണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ഞാൻ നല്ല ചൂട് ചോറ് ഇച്ചായനെ കൊണ്ട് തരുന്നു, വൈകിട്ട് നമ്മൾ 2 കൂടെ തിരിച്ചു വരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മതി, സംഭവം ഓക്കെയാണ്. നീ ഇത് പറയുന്നത് സീരിയസ് ആയിട്ടാണോ? സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയണേ. ഇച്ചായാണ് സത്യം. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. എന്റെ അമ്മച്ചിയാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്, ഞാൻ ഒരു ഡ്രൈവർ തപ്പാം. എന്തിന്? പിന്നെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇനി ഇച്ചായൻ ഡ്രൈവറെ തപ്പി നടക്കാനായിട്ട്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെ? അതൊക്കെ ഞാൻ ചെയ്തോളാന്ന്. ഇച്ചായ, പവിത്രൻ എന്താ വരാത്തത്? അമരാ സമയമാവുന്നല്ലേ ഉള്ളൂ. പിന്നെ ഇച്ചായൻ ഇറങ്ങുന്നതിന് മുന്നേ വന്നാലല്ലേ പുതിയ ഡ്രൈവറെ കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ സദാശിവൻ ചേട്ടനൊക്കെ വിളിച്ചു പറഞ്ഞ് ഇച്ചായൻ ഡ്രൈവറെ കൊണ്ടാ വരുന്നേന്ന്. നീ എന്റെ നാണം കെടുത്തി അടങ്ങൂല്ലേ? ഡേടേ, ഇത് ഇത്ര നാണം കിടാൻ എന്താ? ഇതൊക്കെ ഒരു അന്തസ്സല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ ഡ്രൈവറുമായിട്ട് അധികം അടുപ്പത്തിലൊന്നും പോകണ്ട. അങ്ങനെയൊക്കെ നിന്നാലേ നമ്മളൊരു ബഹുമാനം ഉണ്ടാവത്തില്ല. വന്നെന്ന് തോന്നുന്നു. പവിത്രൻ എന്താ വരാൻ താമസിക്കണെന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളു. ഇച്ചാനാണെങ്കിൽ പോകാൻ റെഡിയായെന്നേ. പിന്നെ പവിത്ര, ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇച്ചായൻ പുതിയ ഡ്രൈവറുമായിട്ടാ പോണേന്ന്. ഈ പവിത്രൻ ഒരു കാര്യമേറ്റ അത് ഏറ്റതാ. ആളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പവിത്രൻ കൊണ്ടുവന്നിരിക്കും. എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ആലീസിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റിയ ഒരാളായിരിക്കണമെന്ന് സാറിനോട് പ്രത്യേകം പറയുകയും ചെയ്ത്. അത് വേണം, പക്ഷെ അത് ധൃതിയില്ല, നമുക്ക് പതുക്കെ പഠിച്ചാൽ മതിയല്ലോ. സാറെന്ത് ചെയ്ത്? ഇച്ചായ റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ പവിത്ര, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്നോടും ഇച്ചായനോടും മാന്യമായിട്ട് പെരുമാറണം. ആലീസിനെ മേഡോന്ന് വിളിക്കണം, ഡോക്ടറെ സാറേന്ന് വിളിക്കണം. അതെ, അത്രയല്ലേ ഉള്ളൂ. പിന്നെ പുകവലി, മദ്യപാനം ഇതൊന്നും പാടില്ല. സാർ എവിടൊക്കെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ള കറക്റ്റ് വിവരം എന്നോട് വന്ന് പറയണം. അതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സ്ത്രീകളോട് സംസാരിക്കാനോ കൊഞ്ചാനോ കുഴയാനോ ഒന്നും പാടില്ല. ഇതിലൊക്കെ പറ്റിയ ഒരാളുമായിട്ടല്ലേ ഞാൻ വന്നേക്കുന്നത്. ആളെവിടെയെന്ന് നീ കയറി പോര്. ഇത് സുലോചന. ഗുഡ് മോർണിംഗ് മാഡം. നല്ല 1ാം തരം ഡ്രൈവറാ.
ഓട്ടോറിക്ഷ, ബൈക്ക്, ജീപ്പ്, കാറ്, ലോറി, ബസ് എന്ന് വേണ്ട സകല വണ്ടി പുള്ളിക്കാരി ഓടിക്കും. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സാറ് പറഞ്ഞതുപോലെ ആലീസിനെ 10 ദിവസം കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ച് വഴിയിൽ ഇറക്കി തരും. പക്ഷേ ഒരു പക്ഷേയില്ല. രാവിലെ വരുന്നു, ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, തിരിച്ചു വരുന്നു, ആലീസിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. വൈകുന്നേരം ചെല്ലുന്നു, ഡോക്ടറെ തിരിച്ചു കൊണ്ടുവരുന്നു. ഡോക്ടർ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയെല്ലാം ഫുൾ ടൈം സുലോചന കൂടെ കാണും. അത് പറ്റില്ല. ഏത് പറ്റില്ലെന്ന്? ആലീസിനെ മേഡമെന്ന് വിളിക്കും, ഡോക്ടറെ സാറേന്ന് വിളിക്കും. പുകവലിക്കില്ല, മദ്യപിക്കില്ല, പെണ്ണുങ്ങളോട് കൊഞ്ചാനും കൊടയാനും നിൽക്കില്ല. ആലീസിന്റെ ഡിമാൻഡിന് പറ്റി ഇതുപോലൊരു പെണ്ണ് ഈ പഞ്ചായത്തിൽ വേറെ കാണത്തില്ല. പവിത്ര, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഈ ചായ പവിത്ര ഒരു പെണ്ണിനെയും കൊണ്ട് വന്നേക്കുന്നു. ഡ്രൈവറായിട്ട് ഒരു പെണ്ണിനെയാ കൊണ്ടുവന്നേക്കുന്നത്. പെണ്ണിനെ? ആ, ഞാൻ കുറച്ച് വ്യവസ്ഥകളൊക്കെ പറഞ്ഞായിരുന്നേ, അതൊക്കെ അനുസരിച്ച് ഒരു പെണ്ണിനെയായിട്ടാ വന്നത്. ഇച്ചായ, ഇതൊന്നും നമുക്ക് ശരിയാവത്തില്ല ഇച്ചായ, പറഞ്ഞു വിട്. അല്ല തന്നെ നമുക്ക് എന്തിനാ ഒരു ഡ്രൈവർ? ഇച്ചായ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കത്തില്ലേ? ഓടിക്കത്തില്ലേ? പറഞ്ഞു വിട് ഇച്ചായ, പ്ലീസ്. ചെല്ല്. ആ സാറേ നമസ്കാരം. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ സുലോചന. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഡിമാൻഡിന് പറ്റിയ ആളാണ് സുലോചന. പവിത്ര, ഞങ്ങള് സുലോചനയെ പോലെ ഒരാളെ അല്ല നോക്കുന്നത്. എന്റെ സാറ് ഡ്രൈവിംഗിൽ സുലോചനയെ വെല്ലാൻ ഈ പഞ്ചായത്തിൽ വേറെ ആളില്ല, അറിയോ സാറിന്? ഡ്രൈവിംഗിൽ സുലോചന കേമി ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ആണുങ്ങളെ. അതെന്ത് വർത്തമാനാ സാറേ പറയുന്നത്? പെണ്ണുങ്ങൾ ഡ്രൈവറായ എന്താ കുഴപ്പം? പെണ്ണുങ്ങൾ മന്ത്രിയാവുന്നു, കലക്ടർ ആവുന്നു, പിന്നെ ഡ്രൈവറായ എന്താ കുഴപ്പം? അതല്ല സുലോചനെ, എപ്പോഴും ഇച്ചായന്റെ നിഴല് പോലെ ഒരാള് വേണം. അതിന് ആണുങ്ങളല്ലേ നല്ലത് സുലോചനെ? എന്റെ ആലീസേ, മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, പെണ്ണുങ്ങളെ വായി നോക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ ഈ പഞ്ചായത്തിൽ തപ്പിട്ട് കിട്ടിയില്ല. അവസാനമാണ് ഞാൻ ഈ സുലോചനെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. എനിക്ക് നിന്റെ പ്രയത്നമൊക്കെ മനസ്സിലായി, പക്ഷെ ഇത് ശരിയാവത്തില്ല. ശരിയായില്ലെങ്കിൽ വേണ്ട, എന്റെ ഒരു ദിവസത്തെ കൂലിങ് തന്നേക്ക് 1000 രൂപ, ഞാൻ പൊക്കോളാം. 1000 രൂപയാ? ആ 1000 രൂപ. അത് കൂടുതലാ. തന്നാലും പോവും. 1000 തരാം, അതോടെ പ്രശ്നം തീർന്നല്ലോ. നിന്റെ അസുഖം മാറിയല്ലോ അല്ലേ? ഏറെക്കുറെ.